നമ്മുടെയൊക്കെ ഒരു ദിവസം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ബെഡ്റൂമിലാണല്ലേ. എത്ര സ്ട്രെസ്ഫുള്ളായ ഒരു ദിവസമാണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആയ ബെഡ്റൂമിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ റിലാക്സ്ഡ് ആവും. മറിച്ച് വലിച്ചു വാരി കിടക്കുന്ന ഒരു ബെഡ്റൂം ആണെങ്കിലോ നമ്മുടെ മനസ്സും അലങ്കോലമാവും അല്ലേ. വീട് ക്ലീൻ ആക്കി വെക്കുമ്പോൾ പോസിറ്റീവ് എനർജി വരുന്നു, നല്ല ആരോഗ്യവും വരുന്നു. ഇതൊക്കെ നമുക്കറിയാം. എന്നിരുന്നാൽ പോലും ചില സമയങ്ങളിൽ നമ്മുടെ വീട് മെസ്സി ആയിട്ട് കിടക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വ്ളോഗാണ്. ആ കൂടെ ബെഡ്റൂം നല്ല നീറ്റ് ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡായി വെക്കാനുള്ള കുറച്ച് ടിപ്സ് കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ഈ റൂമാണെങ്കിൽ ഞങ്ങൾ കുറേ ആയിട്ട് കിടക്കാനായിട്ട് യൂസ് ചെയ്യാറില്ലായിരുന്നേ. സ്റ്റോർ റൂമായിട്ട് എല്ലാ സാധനങ്ങളും കൊണ്ട് ഇടാറുള്ളത് ഈ ഒരു റൂമിലായിരുന്നേ. പിള്ളേരും അവധിക്കാലമായിരുന്നത് കൊണ്ട് തന്നെ അവരുടെ ഫുൾ കളിസാധനങ്ങളും മറ്റും ഇവിടെയായിരുന്നു വാരി കൂട്ടിയിട്ടിരുന്നതും. അപ്പോൾ ഇന്ന് ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ എന്നെപ്പോലെ മടിയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ കൂടിയാണിത്. എങ്ങനെ നമുക്ക് ബെഡ്റൂം ഈസിയായി ക്ലീൻ ചെയ്യാമെന്നും അതേപോലെ എപ്പോഴും വൃത്തിയായി കിടക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സുകളും ഈ വീഡിയോയിലൂടെ നോക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അതായത് നമ്മൾ കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്ന കുറേ സാധനങ്ങളില്ലേ, അതെടുത്ത് ആദ്യം തന്നെ കളയുക. നമ്മൾ നോക്കുമ്പോൾ അയ്യോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എൻ്റെ വീട്ടിലില്ലല്ലോ എന്ന് തോന്നും. പക്ഷേ ഒരുപാട് സാധനങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഒരു ഉപയോഗവും ഇല്ലാതെ മാറാല പിടിച്ചിരിക്കുന്നുണ്ടാവും. ഈ ഒരു പ്രശ്നത്തിനുണ്ടല്ലോ നമ്മുടെ ജപ്പാനീസുകാർ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവർ അടുത്ത കാലത്തൊന്നും ഉപയോഗിക്കാത്തൊരു സാധനം അവരുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അവരൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതാണ് റോട്ടറി ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഈ സാധനം അവർ ഇട്ട് വയ്ക്കും. എന്നിട്ട് ഒരു ഡേറ്റ് കൊടുക്കും. ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് മുതൽ 6 മാസത്തിനുള്ളിൽ അത് അവർ യൂസ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർ അത് കളയും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും യൂസ് ചെയ്യാനായിട്ട് കൊടുക്കും. അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റീസൈക്കിൾ ചെയ്യും. അപ്പോൾ എന്താ, നമുക്ക് യൂസ് ഇല്ലെങ്കിലും വേറെ ആർക്കെങ്കിലും യൂസ് ആണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. ആവശ്യമില്ലാത്ത സാധനങ്ങൾ അവരുടെ വീട്ടിലോ റൂമിലോ ഒന്നും കാണുകയുമില്ല. നമ്മളാണെങ്കിലോ ഒരു സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിപ്പോൾ യൂസ് ഇല്ലെങ്കിലും പിന്നീട് ഒരുപക്ഷെ നമുക്ക് ഉപയോഗം വന്നെങ്കിലോ എന്നൊക്കെ കരുതിയിട്ട് എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നുണ്ടാവും. അതുകൂടാതെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഓഫീസിലൊക്കെ പോകാനോ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഹാൻഡ് ബാഗ് ഉണ്ടാവുമല്ലോ, അതൊന്ന് നോക്കിക്കേ. അത് തുറന്നാൽ തന്നെ നമുക്ക് കളയാനായിട്ടുള്ള ആവശ്യമില്ലാത്തൊരു 10 സാധനമെങ്കിലും അതിനുള്ളിൽ നിന്ന് കിട്ടും. വലിയ സാധനങ്ങളൊന്നുമല്ല, ബസ് ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്, മിഠായിയുടെ കവറ് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ, അങ്ങനെ എന്തെല്ലാം ഉണ്ടാവും അതിൽ യൂസേജ് ഇല്ലാത്തത്. അതേപോലെ തന്നെ ബെഡിൻ്റെ അടിയിലോ കബോർഡിലോ ഒക്കെ ആയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കറണ്ട് ബില്ല്, ഇൻവിറ്റേഷൻസ്, അങ്ങനെ പല സാധനങ്ങൾ കിട്ടും. അതൊക്കെ എടുത്ത് കളയുക. അടുത്തതായിട്ട് ബെഡ്റൂമിൽ സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എടുത്ത് നമ്മുടെ മുറിയിൽ നമ്മൾ വാരിക്കൂട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഓരോന്നിനും ഓരോ സ്ഥാനം നൽകി അങ്ങോട്ടേക്ക് മാറ്റുക. അങ്ങനെ ബെഡ്റൂം ക്ലിയർ ആക്കിയിടുക. ഇനി നമ്മുടെ വീട്ടിൽ കബോർഡൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ബാസ്ക്കറ്റൊക്കെ വാങ്ങി അതിൽ തന്നെ കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യുക. ബെഡിന് അടിയിലാണെങ്കിലും അതായത് കട്ടിലിന് അടിയിലാണെങ്കിലും സൂക്ഷിക്കാവുന്ന കണ്ടെയ്നറുകൾ കിട്ടും. അതൊക്കെ വാങ്ങി എല്ലാത്തിനും ഒരു പ്രോപ്പർ പ്ലേസ് സെറ്റ് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ നിന്ന് കുറേ സാധനങ്ങൾ കിട്ടി കേട്ടോ. ഞാൻ വെച്ചത് മാത്രമല്ല, ഏട്ടനായിട്ട് കൊണ്ടുവച്ചതും അങ്ങനെ പല സാധനങ്ങളുണ്ടായിരുന്നു. ഏതാ വേണ്ടാത്തത് ഏതാ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ നോക്കി കുറേ സമയം എടുത്ത് ഇങ്ങനെ നോക്കുന്നതാണ് കാണുന്നത്. അടുത്തതായി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഉപയോഗിച്ച തുണികൾ ഒരിക്കലും തറയിൽ നിരത്തിയിടരുത്. ഇത് റൂം വൃത്തികേടാകാനായിട്ടുള്ള ഏറ്റവും ഒന്നാമത്തെ കാരണമാണ്. അപ്പോൾ ഒരു ബാസ്ക്കറ്റ് എപ്പോഴും വെക്കുക. വാഷ് ചെയ്യാനുള്ളതൊക്കെ അതിലിടുക. ഇനി വീണ്ടും യൂസ് ചെയ്യാനുള്ളതാണെങ്കിൽ ഒരു ഹാങ്ങറിൽ ഹാങ് ചെയ്ത് കബോർഡിലിടുക, അല്ലെങ്കിൽ ഡോറിൻ്റെ ബാക്കിൽ ഹുക്സ് വെച്ചിട്ട് അതിൽ ഹാങ് ചെയ്തിടുക. പക്ഷെ തറയിൽ ഒരിക്കലും നിരത്തിയിടരുത്. അതേപോലെ അലക്കി ഉണങ്ങിയ തുണികൾ അഴയിൽ നിന്ന് എടുത്ത ഉടനെ മടക്കി വെക്കാൻ ശ്രമിക്കുക. ഇനി അപ്പോൾ തന്നെ മടക്കി വെക്കാനായിട്ട് നമുക്ക് സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു ബാസ്ക്കറ്റ് കണ്ടെത്തി അതിലിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ അതെടുത്ത് മടക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ബെഡിലോ ബെഡിൻ്റെ സൈഡിലുള്ള ചെയറിലോ ഒന്നും തുണികൾ കുന്നുകൂട്ടിയിടാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ കാണുന്ന ലൈറ്റെല്ലാം ഈ മാല പോലെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് പിള്ളേരാണ്. അവരാണെങ്കിൽ ഇതൊന്ന് എടുത്ത് മാറ്റാനായിട്ട് എന്നെ സമ്മതിക്കാറുമില്ല. ഇന്ന് ആദ്യത്തെ ദിവസം തന്നെ സ്കൂളിൽ പോയേക്കുവാണ്. അന്ന് എന്തായാലും റൂം ഒന്ന് നീറ്റും ക്ലീൻ ആക്കിയേക്കാം. അവർ വരുന്നതിന് മുമ്പ് ഇതെല്ലാം മാറ്റി ക്ലീൻ ആക്കി വെച്ചേക്കാം എന്നോർത്ത് തുടങ്ങിയ പരിപാടിയായിരുന്നു ഇന്ന്. ഇനി നെക്സ്റ്റ് കാര്യമാണ് ക്ലിയർ ടേബിൾ ടോപ്സ്.
നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെയും ബെഡ് സൈഡ് ടേബിളിൻ്റെയും ഒക്കെ മുകളിൽ അനാവശ്യമായിട്ട് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതത് സ്ഥാനത്തേക്ക് എടുത്തു മാറ്റി വെക്കുക. ഏറ്റവും അത്യാവശ്യമായ സാധനങ്ങൾ മാത്രമേ കൗണ്ടർ ടോപ്പിൽ കാണാവൂ. അല്ലാത്തത് എല്ലാം എടുത്തു മാറ്റി അവിടം ക്ലിയർ ചെയ്യുക. പുറത്താണെങ്കിൽ നല്ല അടിപൊളി മഴയാണ്. അതുകൊണ്ട് അകത്ത് നിന്ന് ജനലൊക്കെ ഒന്ന് തുടച്ചു. പുറത്ത് മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി തുടയ്ക്കാമെന്ന് വെച്ചു. അടുത്ത ഒരു കാര്യമാണ് ബെഡ്റൂമിലിരുന്ന് ഫുഡ് കഴിക്കാതെ ഇരിക്കുക എന്നത്. ചിലർക്കെങ്കിലും ബെഡ്റൂമിലിരുന്ന് സ്നാക്സ് ഐസ്ക്രീംസ് ഒക്കെ കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാവും. കഴിവതും ഇങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഭക്ഷണത്തിൻ്റെ കൂടെ പാത്രവും ഗ്ലാസും ഒക്കെ ബെഡ്റൂമിലിരുന്ന് അതിൽ ഉറുമ്പും പാറ്റയും എല്ലാം വരാൻ കാരണമാകും. മാത്രമല്ല ബാഡ് സ്മെല്ലും ബെഡ്റൂമിൽ വരാൻ ഇടയാകും. അതുകൊണ്ട് ആർക്കെങ്കിലും ബെഡ്റൂമിലിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഇനി അടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ റൂമിലൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടാവുക. പേപ്പറും കാര്യങ്ങളും ഒക്കെ വലിച്ചെറിയാതെ ഈ ബാസ്ക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ റൂമിൽ അവിടെയും ഇവിടെയും ഒക്കെ വേസ്റ്റ് ഇട്ടേക്കുന്ന ഒരു ശീലം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. കറക്റ്റായിട്ട് ഇതിൽ തന്നെ ഇട്ടിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുക. കൂടാതെ നമ്മൾ ഈ പുറത്ത് ഉപയോഗിക്കുന്ന ഷൂസും ചെരുപ്പും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഷൂ റാക്കിൽ തന്നെ വെക്കുക. ഒരിക്കലും അത് ബെഡ്റൂമിലേക്ക് ഇട്ടുകൊണ്ട് കയറി വരാതിരിക്കുക. ആരും തന്നെ അത് മിക്കവാറും ആളുകൾ ചെയ്യാറില്ല. ഇനി ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ശീലം ഒന്ന് മാറ്റിയെടുക്കുക. കുട്ടികളോടൊക്കെ ആണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഷൂസൊക്കെ ബെഡ്റൂമിൽ ഒരിക്കലും കൊണ്ടുവരാതിരിക്കുക. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ബെഡ്റൂം നീറ്റായി കിടക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രാവിലെ എണീറ്റ ഉടൻ തന്നെ നമ്മൾ കിടന്ന ബെഡ് കറക്റ്റായിട്ട് വൃത്തിക്കൊന്ന് വിരിച്ചിടുക എന്നുള്ളതാണ്. ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ഒരു ശീലമാണ് രാവിലെ തന്നെ ബെഡ് വിരിച്ചിടുക എന്നുള്ളത്. നമ്മളിങ്ങനെ കിടക്കയൊക്കെ ഒന്ന് നല്ല വൃത്തിക്ക് വിരിച്ചിട്ടാൽ തന്നെ മുറിയുടെ പകുതി വൃത്തിയായതുപോലെ തോന്നും. കാഴ്ചയിൽ തന്നെ മുറി കാണാൻ നല്ല ഭംഗിയുള്ളതായിട്ട് മാറും. ഞാനാണെങ്കിൽ മുറിയിലെ സാധനങ്ങളുടെ പൊസിഷന് കൂടി ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. എന്തായാലും ക്ലീൻ ആക്കിയതല്ലേ, അപ്പോൾ പിന്നെ റൂമിലൊരു മാറ്റം കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ബെഡൊക്കെ ഒന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തോട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റൂം ദാ അടിപൊളിയായി സെറ്റ് ആയിട്ടുണ്ട്. വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ തീർച്ചയായും സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.